പാറ്റകളുടെ തലവന് വധഭീഷണി. കാശ് മേടിച്ച് അക്കൗണ്ട് പൂട്ടി BJP-യിൽ ചേരണമെന്നാണ് വധഭീഷണി. അഭിജിത് ദീപ്കെ തന്നെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതാണ്. രാജ്യവ്യാപകമായി കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണയേറുന്നു. എന്തൊരു കൗതുകമാണ്! സിനിമയിൽ മാത്രം കാണുന്ന രീതിയിലുള്ള ഒരു വിപ്ലവമാണ്. നമുക്ക് തമിഴ്നാട്ടിൽ സംഭവിച്ചത് കണ്ടു. അതേപോലെ ഒരു വിപ്ലവമായി മാറുമോ കോക്രോച്ച് ജനതാ പാർട്ടി? പിന്തുണച്ച് വളരെ പ്രമുഖ നേതാക്കളായ വിശ്വപൗരനായ ശ്രീ ശശി തരൂറും ആദരണീയനായ പാണക്കാട് ശ്രീ മുനവർലി തങ്ങൾ അവർകളും. കോക്രോച്ച് ജനതാ പാർട്ടി അത്ഭുതമെന്ന് പറയട്ടെ, BJP-യും കോൺഗ്രസും ഇൻസ്റ്റാഗ്രാമിൽ ഒരുമിച്ച് ചേർത്ത എത്ര ഫോളോവേഴ്സ് ഉണ്ടോ അത്രയും ഫോളോവേഴ്സിനെ ഒരാഴ്ച കൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി നേടി. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊതുവെ BJP ആണ് മുന്നിൽ, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ കോൺഗ്രസ് ആണ് മുന്നിൽ എന്ന് നമുക്കറിയാം. ഇൻസ്റ്റാഗ്രാം ഒരു ന്യൂ ജെൻ ആധുനിക തലമുറയുടെ ടൂളാണ്. ഫേസ്ബുക്ക് ഒക്കെ കുറച്ചുകൂടെ എൽഡേഴ്സും കൂടി ഉപയോഗിക്കുമ്പോൾ കുറെ കൂടെ ന്യൂ ജെൻ ആണ് ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 1,34,00,000 ഫോളോവേഴ്സ് ആണ് കോൺഗ്രസിനുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ 90 ലക്ഷം, ഏകദേശം 90 lakhs ആണ് BJP-ക്ക് ഉള്ളത്. എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ കോക്രോച്ച് ജനതാ പാർട്ടി കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 2,18,00,000 21 മില്യൺ 2,18,00,000 ഫോളോവേഴ്സിനെയാണ് കൂട്ടിയത്. ആ ഫോളോവേഴ്സിന് എന്താണ് മീനിങ് എന്നൊക്കെ ഭാവിയിൽ മാത്രമേ അറിയാൻ കഴിയൂ. ഈ ഡിജിറ്റൽ വിപ്ലവം യഥാർത്ഥത്തിൽ മറ്റൊരു വിപ്ലവമായി മാറുമോ? പക്ഷേ യഥാർത്ഥത്തിൽ ശ്രീ ശശി തരൂറും മുനവർലി തങ്ങൾ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് വളരെ പ്രസക്തമായ പോയിന്റാണ്. ഞാൻ മുനവർലി തങ്ങളുടെ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഒരുപക്ഷെ നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പോസ്റ്റാണ്. വളരെ പണ്ഡിതോചിതമായ, പക്വമായ, ബാലൻസ്ഡായി അദ്ദേഹം ഈ വിഷയത്തെ കാണുകയും ഈ വിഷയത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പറയുകയും ചെയ്തു. നമുക്ക് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒന്ന് വായിക്കാം. എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു പോസ്റ്റാണ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്. സയ്യദ് മുനവർലി ശിഹാബ് തങ്ങൾ എഴുതുന്നു. അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്കിൽ നിന്നുള്ളൊരു പോസ്റ്റ് എടുക്കുക. കോക്രോച്ച് ജനതാ പാർട്ടി വെറും ഒരു ട്രോളോ മീമോ മാത്രമല്ല, അതിന്റെ പിന്നിൽ ഒരു തലമുറയുടെ രാഷ്ട്രീയ അസ്വസ്ഥത ഒളിഞ്ഞിരിക്കുന്നു. പൊളിറ്റിക്കൽ ഫ്രസ്ട്രേഷൻ. ശ്രീ ശശി തരൂറും സമാനമായ പദപ്രയോഗമാണ് ഉപയോഗിച്ചത്. യുവത്വത്തിന്റെ ഫ്രസ്ട്രേഷനാണ് അത് കാണിക്കുന്നത്. സംഘടനാ ശക്തി ഇല്ലാത്ത, കോർപ്പറേറ്റ് ഫണ്ടിങ് ഇല്ലാത്ത, മുഖ്യധാരാ മീഡിയ പിന്തുണ ഇല്ലാതെ പോലും ഒരു ഡിജിറ്റൽ മുന്നേറ്റം പൊതു ചർച്ചകളെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുവെങ്കിൽ അത് നിലവിലുള്ള ഭരണകൂടത്തോടും പരമ്പരാഗത രാഷ്ട്രീയത്തോടുമുള്ള യുവജനങ്ങളുടെ നിരാശയും ശക്തമായ സൂചനയുമാണ്. വളരെ സ്ട്രോങ് ആയ, പവർഫുൾ ആയ വാക്കുകൾ. ജെൻസി ഇനിയും ലെഗസി പാർട്ടീസിനെയോ കൺവെൻഷണൽ നേതാക്കളെയോ കാത്തിരിക്കുകയില്ല. വളരെ കറക്റ്റാണ്. ആധുനിക തലമുറ ഈ ലെഗസി പാർട്ടികൾ, എല്ലാ പാർട്ടികളും, കോൺഗ്രസും മുസ്ലിം ലീഗും അല്ലെങ്കിൽ CPM-ഉം BJP-യും അടക്കമുള്ള ലെഗസി പാർട്ടികളെയോ കൺവെൻഷണൽ നേതാക്കളെയോ കാത്തിരിക്കുകയല്ല. അവർ മീംസ്, സറ്റയർ, ഇന്റർനെറ്റ് കൾച്ചർ, ഡീസെൻട്രലൈസ്ഡ് ഡിജിറ്റൽ ആക്ടിവിസം എന്നിവയെ പൊളിറ്റിക്കൽ വെപ്പണാക്കി അധികാര ഘടനകളെ സ്വന്തം ഭാഷയിൽ ചോദ്യം ചെയ്യുകയാണ്. ചരിത്രം തെളിയിക്കുന്നത് എല്ലാ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളും ആദ്യം പരിഹസിക്കപ്പെട്ട ആശയങ്ങളായിട്ടാണ് തുടങ്ങുന്നതെന്നാണ്. ഇന്ന് ഓൺലൈൻ നോയ്സ് എന്ന് തെള്ളിക്കളയുന്ന ശബ്ദങ്ങൾ നാളെയുടെ ഡിസ്റപ്റ്റീവ് പൊളിറ്റിക്കൽ ഫോഴ്സ് ആകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇത്തരം ഡിജിറ്റൽ പ്രതിഷേധങ്ങളെ അവഗണിക്കുന്നത് രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് മിൽസ് കാൽക്കുലേഷൻ ആയിരിക്കും. വളരെ മനോഹരമായി അദ്ദേഹം ഇംഗ്ലീഷും മലയാളവും ചേർത്ത് എഴുതിയിട്ടുണ്ട്. അതിലെ ഇംഗ്ലീഷിലെ വാക്കുകൾക്ക് അതിൻ്റെതായ ഒരു ഡെപ്തും ചരിത്രവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം മനോഹരമായി ആ കൊണോട്ടേറ്റീവ് മീനിങ് കൂടി ധ്വനിക്കാൻ വേണ്ടി ആ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. വളരെ മനോഹരമായി തന്നെ ആദരണീയനായ സയ്യദ് മുനവർലി ശിഹാബ് തങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. ശ്രീ ശശി തരൂർ അടക്കമുള്ളവർ അതിശക്തമായ രീതിയിൽ ഇതിനെ പിന്തുണച്ചുകൊണ്ട്, അത് എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലെ യുവതയുടെ ശബ്ദമാണ്. ഇത് വളരെ എളുപ്പമാണ്. ഇത് പാകിസ്ഥാൻകാരാണ്, ടർക്കിയാണ്, ബംഗ്ലാദേശാണ്, അമേരിക്കയിലെ CIA ആണ് ഇത് ചെയ്യുന്നത്, അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിന്റെ കോൺസ്പിറസി ആണെന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്ത രാഷ്ട്രീയ അന്ധതയാണ്. നേരെ മറിച്ച് വളരെ പോസിറ്റീവായി ഇതിനെ കാണണം. ശശി തരൂരിന്റെ I'm really intrigued by the phenomenon of the Cockroach Janata Party, which I think has tapped into the real frustrations of large numbers of our Gen Z, our young people in India. The straw that broke the camel's back was probably the NEET paper examination leak, which was so devastating for the lakhs of students who'd spent so much time preparing, who had had the relief of finishing the exams and then discovered the exams were cancelled because of no fault of theirs. And 4 students have committed suicide. Others have had mental health issues. It's genuinely a serious problem. And for this reason,
I do believe we need to understand how important it is to comprehend the frustrations of young people in an era where unemployment is rife, where there is a real problem finding work, earning enough money to keep up with the cost of living as inflation rises. And amidst all of this, they seem to have a sense that the political system has failed them. Correct. All of us. ഇതാണ് അതിലെ പോയിന്റ്. ശ്രീ ശശി തരൂർ അത് മനോഹരമായി പറയുന്നുണ്ട്. അതായത് ദ സ്ട്രോ ദാറ്റ് ബ്രോക്സ് ദ ക്യാമൽസ് ബാക്ക്, ആ ഒട്ടകത്തിൻ്റെ നടു ഒടിച്ച ആ പ്രത്യേക വൈക്കോൽ കൊള്ളി എന്ന് പറയുന്നത് നീറ്റ് എക്സാം ആയിരിക്കും. 4ഓളം ആൾക്കാർ ആത്മഹത്യ ചെയ്യുകയും നമ്മുടെ രാജ്യത്തെ യഥാർത്ഥത്തിൽ ഭരണകൂടം ഫെയിൽ ചെയ്തതാണ് നമ്മൾ നീറ്റ് എക്സാമിൽ കണ്ടത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ക്യാമ്പയിനുമായി കോക്രോച്ച് ജനതാ പാർട്ടി വരുന്നുണ്ട്. അപ്പോൾ വധഭീഷണികളിലൂടെ രാജ്യദ്രോഹികളെന്ന് ബ്രാൻഡ് ചെയ്യുന്നതിലൂടെ ദേശവിരുദ്ധരാണെന്നൊക്കെ പറയുന്നതിലൂടെ ഒരു കാര്യവുമില്ല. ആ യുവതയെ ചാനലൈസ് ചെയ്യാനും മെയിൻ സ്ട്രീം ആക്കാനും അവരുടെ വോയിസിനെ പരിപോഷിപ്പിക്കാനും എൻഗേജ് ചെയ്യാനും റെസ്പെക്ട്ഫുള്ളി അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതായത് പലപ്പോഴും ജുഡീഷ്യറിയാണ്, കോടതികളാണ് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള സ്ഥാപനങ്ങൾ. എന്നാൽ കോടതികളിലെ പല ജഡ്ജിമാരും തങ്ങൾക്ക് റിട്ടയർമെൻറ്റിന് ശേഷം കിട്ടുന്ന സ്ഥാനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിന് അനുകൂലമായി വിധി എഴുതാറുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന പരസ്യമായ രഹസ്യമാണ്. മുമ്പത്തെ ഒരു ചീഫ് ജസ്റ്റിസ് അടക്കം, അതായത് ശ്രീ രഞ്ജൻ ഗൊഗോയ് അടക്കം അങ്ങനെ തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളത് സത്യമാണ്. അല്ലെങ്കിൽ അതിനു മുമ്പ് ശ്രീ ദീപക് മിശ്ര എന്ന് പറയുന്ന വ്യക്തി ശബരിമല കേസിനെ കുറിച്ച് ഇന്ന് സുപ്രീം കോടതി പറയുന്നത് ശബരിമല കേസ് ചവറ്റുകുട്ടയിൽ എറിയണമായിരുന്നു എന്നാണ് ഇന്ന് സുപ്രീം കോടതി പറയുന്നത്. ശബരിമലയ്ക്കെതിരായ കേസ്, ഈ ചവറ്റുകുട്ടയിൽ എറിയേണ്ട കേസാണ് ദീപക് മിശ്രാജി എടുത്തൊരു വിധിയാക്കി ശബരിമലയ്ക്കെതിരെ ആക്കിയത്. അപ്പോൾ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ജുഡീഷ്യറിയിലെ ചില ആൾക്കാർ, ജുഡീഷ്യറിയാണ് ഏറ്റവും മികച്ച സ്ഥാപനം സംശയമില്ല, എന്നാൽ ചില ആൾക്കാർ അതിലെ പുഴുക്കുത്തുകൾ പലപ്പോഴും ദൗർഭാഗ്യകരമായ തെറ്റായ രീതിയിൽ പെരുമാറുന്നുണ്ട്. അപ്പോൾ ആ ജുഡീഷ്യറി അടക്കമുള്ള കാര്യങ്ങൾക്ക് റിഫോംസ് വരണമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി പറയുന്നത് വളരെ സീരിയസ് ആയ പൊളിറ്റിക്കൽ തോട്ടിൻ്റെയും ദേശീയ ബോധത്തിൻ്റെയും രാജ്യസ്നേഹത്തിൻ്റെയും ചിഹ്നങ്ങളാണ്. ഇത് തിരിച്ചറിഞ്ഞ് അവരോട് പ്രതികരിക്കാൻ നമുക്കാകട്ടെ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഊർജം ഈ രാജ്യം ഉപയോഗിക്കുകയാണ് വേണ്ടത് നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി. ആ യുവതയുടെ എനർജി ചാനലൈസ് ചെയ്യുകയാണ് വേണ്ടത്. BJPയും കോൺഗ്രസും കമ്പയിൻ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിലെങ്കിലും അവർ പോയിട്ടുണ്ടെങ്കിൽ അവരെ വ്യാജ പ്രചരണങ്ങളിലൂടെ തകർക്കുകയല്ല. ഇതിൻ്റെ എല്ലാം പിന്നിൽ മറ്റേ അന്താരാഷ്ട്ര മാഫിയാണെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അവരോട് ബഹുമാന പുരസ്സരം എൻഗേജ് ചെയ്യുക നമ്മുടെ നാട്ടിലെ യുവതയുടെ സംസാരമാണ്. അതോടൊപ്പം ഇവരും, അതായത് നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടിയും ജനാധിപത്യത്തെ ഡീമീൻ ചെയ്യാതെ, നമ്മുടെ സിസ്റ്റത്തെ ഡീമീൻ ചെയ്യാതെ സിസ്റ്റത്തിനൊരു കറക്റ്റീവ് ഫോഴ്സായി പ്രവർത്തിക്കാൻ കഴിയട്ടെ. അങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ച് വരട്ടെ. എല്ലാവിധ ആശംസകളും കോക്രോച്ച് ജനതാ പാർട്ടിക്ക്.